ഹലോ, ഗുഡ് മോർണിംഗ്. സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയ്യപ്പാന എന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ്. ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഔഷധ ചെടിയാണ് ഈ അയ്യപ്പാന എന്ന് പറയുന്ന ചെടി. ഇത് വളരെ നല്ല മരുന്നാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് പൈൽസിനും അതുപോലെ തന്നെ അൾസറിനും ഒക്കെ വളരെ ഫലപ്രദമായി ഇത് കാണപ്പെടുന്നു. ഇതിൻ്റെ 7 ഇല 7 ദിവസം വെറും വയറ്റിൽ അരച്ച് കുടിക്കുക അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്താൽ അൾസർ ഭേദമാകും എന്ന് പറയപ്പെടുന്നു. ഇത് വായയിൽ നമുക്ക് അൾസർ ഉണ്ടാവില്ല, ചെറിയ ചെറിയ വായയിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും, പൊള്ളൻ പോലെയൊക്കെ. അപ്പോൾ അതിനൊക്കെ ഞാനിത് 7 ഇല അതുപോലെ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഫലം കിട്ടാറുണ്ട്. വായയിലുണ്ടാകുന്ന കാണപ്പെടുന്ന ആ ചെറിയ കുരു പോലെ ഒരു സംഭവം വരാറുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നല്ല ഫലപ്രദമായിട്ട് എനിക്ക് കാണാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒരു ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കേണ്ട നല്ലൊരു ഔഷധ ചെടിയാണ് ഇത്. എല്ലാവരും ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം ഇതിന് അത്ര പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഉള്ളതായിട്ട് ഇല്ല. കാരണം ഇത് നട്ടുപിടിപ്പിക്കാൻ അത്ര വളരെ പ്രയാസമൊന്നുമില്ല. സാധാ മണ്ണിൽ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത്, ചവറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് സാധാരണ ചെടികളൊക്കെ കുഴിച്ചിടുന്നത് പോലെ തന്നെ നമുക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതിന് അധികം പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായി വെള്ളം നനച്ച് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ 2 നേരം, വേനൽക്കാലമാകുമ്പോൾ 2 നേരം വെള്ളം നനച്ചാൽ അത്രയും ഉഷാറിൽ നിൽക്കുന്നതായി കാണപ്പെടുന്നു. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് നടുന്നത് എന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്കിതിൽ ഇത് സാധാ മണ്ണാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിലിനി കുറച്ച് അടിച്ച ചവറ് ചെയ്ത് അത് കമ്പോസ്റ്റ് ആയിക്കോളും കിടന്നിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഇത് നമ്മളെ അടുക്കളയിൽ കിച്ചണിലെ വേസ്റ്റ്, കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. കിച്ചൺ കമ്പോസ്റ്റാണ്. ഇനി ഇതിന് മേലെ കുറച്ച് മണ്ണ് വെതറി ഈ രീതിയിലാണ് നമ്മൾ മണ്ണ് തയ്യാറാക്കേണ്ടത്, നടാനുള്ള മണ്ണ് തയ്യാറാക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ നുള്ളിയെടുത്തിട്ട് ഇതിൽ നട്ട് പിടിപ്പിക്കാം. ഇതേ രീതിയിലാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. നന്നായി വെള്ളം കൊടുക്കണം. 4 ദിവസമെങ്കിലും ഇത് വെയിൽ തീരെ അടിക്കാതെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം വെയിൽ ഇതിന് ആവശ്യമില്ല. തണലുള്ള സ്ഥലത്ത് പിടിപ്പിച്ചാലും മതി.